ഇരിക്കുക. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. എന്നിട്ട് ബഹദൂർ ഇക്കയിടയ്ക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു അടൂർ ബാസി സാറിൻ്റെ അടുത്തൊക്കെ. കരഞ്ഞ് കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ടിനി ടോം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ പ്രേം നസീറിനെ കുറിച്ച് പുള്ളിക്കാരൻ അറിയാത്തൊരു കാര്യം, എൻ്റെ സീനിയറായിട്ടുള്ള ഒരു കൊളീഗ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരനുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ സിനിമയൊന്നും ഇല്ലായിരുന്നു, ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇട്ട് വിഷമിച്ചിട്ട് ഓരോ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഒരു നുണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സീനിയർ പറഞ്ഞു എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം ഇത് വന്നതിന് ശേഷം പുള്ളിക്കാരൻ ആര് പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി മണിയമ്പിള്ള രാജു വന്നിട്ട് പറഞ്ഞു അങ്ങനൊന്നും ഇല്ല, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പുള്ളി പറയുകയും ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ടിനി ടോം ഉണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് കിട്ടിയ ന്യൂസ് പ്രകാരമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ ചെയ്തതല്ലെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു വീഡിയോ പുള്ളിക്കാരനുണ്ടെങ്കിൽ വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്, അല്ലാതെ ഞാൻ അന്തരീക്ഷം നിന്ന് ആവാഹിച്ചെടുത്തതല്ല. അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇത്രയും വലിയൊരു ലെജൻഡിന്റെ കാൽക്കൽ വീഴാനും ഞാൻ തയ്യാറാണ്. അത്രയും വലിയൊരു വ്യക്തിത്വമാണ്. സതീഷ് സത്യൻ മാസ്റ്റർ ചോദിച്ചാൽ അറിയാം. കാരണം അദ്ദേഹത്തിനെ ഓണർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് വാദിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഓണർ മെമ്പർഷിപ്പ് കൊടുത്തു. ഇത്തവണത്തെ മീറ്റിങ്ങിന് നസീർ സാറിന്റെ ശബ്ദത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് വാദിച്ച ഒരാളാണ്. അതിന്റെ ഒരു AI ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ വ്യക്തിത്വത്തിനെ ഞാൻ ഒരു കാരണവശാലും മനസ്സവാച കർമ്മണ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല, എന്നെക്കൊണ്ട് പറ്റൂല. ഇതാണ് പുള്ളിക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായപ്പോൾ ഉടനെ തന്നെ വീഡിയോയിൽ വന്നിട്ട് ഇതേ കണക്ക് ഞാൻ അങ്ങനെ ഒരു കൊളീഗ് പറഞ്ഞിട്ടാണ് പറഞ്ഞത്, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നു. പക്ഷേ ഞാൻ പറഞ്ഞതിൽ ഞാൻ കമ്പയർ ചെയ്യുകയൊന്നുമല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആരും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് പുള്ളിക്കാർ ഭയങ്കര ന്യായീകരണമൊക്കെ ആയിട്ട് വന്നേക്കുവാണ്. എന്തായാലും ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം കുറേയധികം ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, നസീർ സാറിനെ അറിയാവുന്നവരൊക്കെ. അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു നസീർ സാർ സിനിമയിൽ വന്ന സമയത്ത് ഈ ഒരു ടിനി ടോം സിനിമയിൽ പോലും വന്നിട്ടില്ല. അപ്പോഴത്തേനും ഇങ്ങനത്തെ കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയാൻ നിൽക്കാതിരിക്കുക. അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നതാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണെന്ന് പുള്ളിക്കാരൻ മനസ്സിലായി. അതുകൊണ്ട് തന്നെ വീഡിയോ വന്നിട്ട് പുള്ളിക്കാരൻ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ്, എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ പറഞ്ഞതാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ടിനി ടോം ഇപ്പോൾ എയറിലാണ്. ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ട്രോൾസും കാര്യങ്ങളും കളിയാക്കലും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ടിനി ടോം കിട്ടാനുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു കാര്യം കൊണ്ട് പുള്ളി പിന്നെ എയറിലായേക്കുവാണ്.